ഹലോ ഗേസ്, അസ്സലാമലൈക്കും. അപ്പോൾ എന്തൊക്കെ വർത്താനം? എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതെന്നുണ്ടല്ലോ ആദ്യമോൻ്റെ സുന്നത്തല്യാണത്തിൻ്റെ വീഡിയോ ആണ് ഇന്ന് ഇടണേ കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവന് 5:30 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ആദ്യമായിട്ടായിരിക്കും ഇത്ര നേരത്തെ എണീക്കണത്. എന്നാലും ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അവൻ എന്താ ഏതാണെന്നല്ല ശരിക്കൊന്നും അറിയില്ല. കുറച്ചൊക്കെ അവിടെയും ഇവിടെയൊക്കെ അറിയാം കേട്ടോ. ചെറുതാകുമ്പോഴേ അവൻ പറയും സുന്നത്തല്യാണം ഉണ്ടാക്കണം എന്ന് കേട്ടോ. അന്നൊന്നും അത്രക്ക് ഇതില്ല, പക്ഷേ ഇപ്പോൾ അതിനെ കുറച്ചൊക്കെ മനസ്സിലായിട്ടുണ്ട് കേട്ടോ. 4 വയസ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മോന് ഗൾഫിൽ നിന്ന് വന്നത് അപ്പോൾ പോകാനായിട്ടുണ്ട് കേട്ടോ. അതിന് മുന്നേ കഴിക്കാമെന്ന് വിചാരിച്ചു. അതാണ് ഇപ്പോൾ ചൂടിൽ കൊണ്ടുപോയി കഴിക്കേണ്ടത് കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല മാറ്റിയൊക്കെ സെറ്റായിട്ടുണ്ട്. നല്ല ഹാപ്പിയിലാണ് കേട്ടോ. ഇനി വരുമ്പോൾ എങ്ങനെ എന്താണെന്നൊന്നും അറിയില്ല. അപ്പോൾ പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയിട്ടല്ലേ കേട്ടോ. പിന്നെ ഉണ്ടല്ലോ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൺ അടിച്ച് ഹോളെന്ന ഓപ്ഷനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കണേ. അപ്പോൾ അതാ മോന് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങാൻ കേട്ടോ. അപ്പോൾ എല്ലാവരും താഴെ ഉണ്ട്. അവന് മാറ്റിയൊക്കെ റെഡി ആയിട്ട് താഴത്തേക്ക് ഇറങ്ങാൻ കേട്ടോ. അപ്പോൾ വീഡിയോ എടുക്കണുണ്ടപ്പോഴേ മതി നിർത്തുന്ന് പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ബാക്കിയൊന്ന്. അപ്പോൾ അത് ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അവൻ്റെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഫാൻറ്റ് മാറ്റി തുണി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് അതിൻ്റെ ഉള്ളിൽ കയറ്റിയിട്ടുണ്ട്. ഇഞ്ചക്ഷൻ വെച്ചുകൊണ്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം കുറച്ച് സമയമായപ്പോൾ വിളിച്ച് ശരി അങ്ങനെ ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ കയറ്റിയാണ് ചെയ്തത് കേട്ടോ. നമ്മൾ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ പോരാനായിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് തിരക്കുണ്ട് കേട്ടോ. നമ്മൾ ചെന്നിട്ട് തന്നെ ഒരുപാട് കുട്ടികളെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ചെറിയ ചെറിയ കുട്ടികളും അത്യാവശ്യമൊക്കെ വലിപ്പല്ലവരൊക്കെ ഉണ്ട് കേട്ടോ. ആദ്യമോൻ്റെയൊക്കെ അത്ര പോകുന്നൊക്കെ. അപ്പോൾ അവന് കരയാതെക്കാൻ വേണ്ടിയിട്ട് അവന് ഒരു കളിക്കോപ്പും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കൊടുത്ത് അങ്ങനെ സോപ്പിട്ട് നിൽക്കിയതിനും കുഴപ്പമൊന്നും ഉണ്ടായിട്ടുണ്ടായില്ല. പിന്നെ ഞങ്ങൾ പെട്ടെന്ന് പോന്നു കേട്ടോ. കുറച്ചെത്തിയപ്പോൾ കുറഞ്ഞ വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ശരിയായി. അപ്പോൾ നമ്മൾ വീട്ടിലെത്താനായിട്ടുണ്ട് കേട്ടോ. പിന്നെ അവന് അത് JCB വേണമെന്ന് പറഞ്ഞ് വാങ്ങിയിട്ടുണ്ടായിനി. അങ്ങനെയൊക്കെ ഞങ്ങൾ പോന്നിട്ടോ, തിരിച്ച് പോന്നു. വീട്ടിലെത്തിയപ്പോൾ കുറച്ച് കരച്ചിലും കാര്യങ്ങളൊക്കെ ആയി. പിന്നെ കുറേ സമയമായപ്പോൾ അങ്ങനെ മാറിയിട്ടുണ്ടായിനി കേട്ടോ. അപ്പോൾ ബാക്കിയൊന്ന് കണ്ടോക്കി.
ഉണ്ടല്ലോ അവന് നല്ല ഉറക്കാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് സൈക്കിൾ വാങ്ങാമെന്നുള്ളത്. അപ്പോൾ അവൻ എപ്പോഴും പറയും കേട്ടോ സുന്നത്തല്യാണം കഴിക്കണം, ഗിയർ സൈക്കിൾ വാങ്ങണം എന്നൊക്കെ. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഒരു കടയിൽ നോക്കിയിട്ടോ. അപ്പോൾ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല, എന്നാലും വേറൊരു കടയിലും കൂടെ നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോഴാണ് കേട്ടോ മേലാറ്റൂർ ബ്ലോക്കിൽ പെട്ടത്. ട്രെയിൻ പോണ ബ്ലോക്കിലൊക്കെ പെട്ട് അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നിന്ന് കേട്ടോ. പിന്നെ ഉണ്ടല്ലോ ഞങ്ങൾ പോയിട്ട് സൈക്കിളൊക്കെ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഈ കടയിൽ നിന്നാണ് സൈക്കിൾ എടുത്തിട്ടുള്ളത്. ഈ സൈക്കിളാണ് എടുത്തത് കേട്ടോ. അപ്പോൾ അത്യാവശ്യം വലുതുമല്ല എന്നാൽ പറ്റ ചെറുതുമല്ല, അങ്ങനത്തെ നോക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. അവന് പാകത്ത് കേട്ടോ. പിന്നെ അപ്പോൾ അതാണ് സൈക്കിള്. അപ്പോൾ അവന് കാണുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും കേട്ടോ. എപ്പോഴും ഒരു സൈക്കിളിൻ്റെ കേസേ ഉള്ളൂ. പിന്നെ അപ്പോൾ ഞങ്ങൾ സൈക്കിളൊക്കെ വാങ്ങി പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചു. മുന്തിരി, ആപ്പിളോ അങ്ങനെ ഹോർലിക്സ് അങ്ങനത്തെ ഐറ്റംസൊക്കെ കേട്ടോ. പിന്നെ അവന് ടോയ്സ് വേണമെന്ന് അറിഞ്ഞു. അപ്പോൾ അവന് കരുതിയ ടോയ്സ് ഇവിടെ നിന്നൊന്നും കിട്ടിയില്ല. അതിൽ ഞങ്ങൾ പിന്നെ ജാംജുമും പോകുന്നതാണ് കേട്ടോ. അപ്പോൾ അവിടെ നോക്കുമ്പോൾ അവിടുത്തെ ഒരു പീസ് മാത്രമേ ഉണ്ടായിന്, കഴിഞ്ഞു എന്നും പറഞ്ഞ്. അപ്പോൾ അത് കിട്ടിയിട്ടുണ്ടായില്ല. അപ്പോൾ നല്ല പിന്നെ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ അവിടെ. പിന്നെ അതാ എൻ്റെ വീട്ടിൽ നിന്നുണ്ടല്ലോ മോതിരമാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവന് സൈക്കിൾ മതി എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ സൈക്കിളാക്കിയത് കേട്ടോ. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് മോതിരം ഇട്ടു, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അത് അവന് അല്ല പിന്നെ ചൂടാകുമ്പോഴൊക്കെ ആയിട്ട് നല്ല പൊറുതിയേടുണ്ട് കേട്ടോ. ഇപ്പോഴത്തെ അവസ്ഥ അതാണല്ലോ, ഭയങ്കര ചൂടാണല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. പിന്നെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് സൈക്കിളൊക്കെ കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്തു കേട്ടോ. കാണിച്ചു കൊടുക്കണ ആ വീഡിയോ ഉണ്ടല്ലോ, ഫസ്റ്റത്തെ വീഡിയോ കിട്ടിയിട്ടില്ല, എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ അതിന് ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു സൈക്കിളൊക്കെ കണ്ടപ്പോൾ. പിന്നെ അത് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ നേരെ പോരുകയാണ് ചെയ്തത്. നല്ല അടിപൊളി ഫുഡ് കഴിഞ്ഞിട്ടോ. നല്ല പിന്നെന്താ പറയാല്ലെന്ന് വെച്ചാൽ വലിയ പരിപാടിയും കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. രാവിലെ തന്നെ ആയപ്പോൾ ഉണ്ടല്ലോ ആരെയും വിളിച്ചിട്ടും കാര്യങ്ങളൊന്നുമില്ല, ഞങ്ങളും ഓരും തന്നെയുള്ളൂ. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അതാണ് മോളെ വീട്. മോൾക്ക് വീട് കയറ്റണം. ഇത് പിന്നെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. ഒന്ന് കുറച്ചുണ്ട് ഇറങ്ങാനേ ഉള്ളൂ. അപ്പോൾ പിന്നെ തറ ഇട്ടിട്ടുണ്ട്, കിണറൊക്കെ കുത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് റോഡ് സൈഡിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ മെയിൻ റോട്ടുമെന്നല്ല, എന്നാലും പിന്നെ റോഡ് സൈഡ് തന്നെയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാ കൂട്ടുകാരോടും അസ്സലാമു അലൈക്കും.